ഹായ് വിയേഴ്സ്, ആർജി തേരാവ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു പോകും. അപ്പം ഒരു ദിവസം വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം വീഡിയോസൊക്കെ കുറവാണ് എടുത്തത്. കുറച്ച് പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് അത്രയും മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ ഉണ്ട്, കുറച്ച് ദിവസത്തേക്കുണ്ട്. അപ്പം നാളെ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പം രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് അരി അരച്ചത് മാവിരിപ്പുണ്ട്, ദോശമാവുണ്ട്, പിന്നെ ഇപ്പം മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, മങ്കട വാങ്ങിച്ച് അതിൻ്റെ കറി വെക്കണം. സാധനങ്ങളൊന്നും പാക്ക് ചെയ്തൊന്നുമില്ല, പാക്കിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ ജൂൺ 2 തീയതിയിലത്തെ വീഡിയോ ആണ്. ജൂൺ 3 നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ച് ഇങ്ങനെ ജോധ്പൂർ വന്നിട്ട് കുറേ ദിവസമായി. അപ്പം കുറച്ച് താമസം ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇടാൻ. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണിത്. രാവിലെ ആകാശം പച്ച തെങ്ങൂല. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത ദിവസമല്ലേ പോകുന്നത്. അപ്പം ഇന്നലെ അമ്മയൊക്കെ അങ്ങ് വീട്ടിലോട്ട് പോയി, ഹസ്ബൻഡിൻ്റെ അമ്മ വീട്ടിലോട്ട് പോയി. ഇത്ര ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫിഷ് വൃത്തിയാക്കണം. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളോടൊക്കെ വാങ്ങിക്കാൻ പുറത്തോട്ടൊക്കെ പോകണം. മീൻ കഴുകി നാളെ കൊണ്ടുപോകാനും കൂടെ വറക്കണം. കയറുന്നില്ലല്ലോ കത്രിയ, കത്രിയും കൂടി മുറിയുന്നില്ല. ഏത് മീനെ മേടിച്ച് മുറിയുന്നില്ലല്ലോ? മങ്കട. ഇത് മീന മുറിയൊന്നും ഇല്ലല്ലോ. മുറിയുന്നില്ലല്ലോ. ഇത് നമ്മുടെ കത്തി കൊണ്ട് ചെയ്യാം. മുറിയുന്നുണ്ടോ? യാ, ഫൈനലി മുറിച്ചു. ഗൈസ്, മുറിക്കാൻ പറ്റുന്നില്ല. തല മുറിച്ചു. അതിന് ഇനി ഒരിച്ച ഇനി അതാക്കണം. മുറിച്ച ഗൈസ്, നമ്മുടെ മീനിന്റെ തല വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നെ കാണുവാ. മീൻ എന്നെ കാണാൻ നോക്കുവാ. തൊലി ഇളക്കണം കേട്ടോ. സൈഡ് ചെത്ത കയറുന്നില്ലേ? കയറുന്നില്ല. മുറ്റിയ മീനാണ്. ഇങ്ങനെ ഈ ഒരു മീനല്ല, ഇനി ഒരെണ്ണം മീൻ ഇനിയുണ്ട്. അത് 2 എണ്ണം ഇനിയുണ്ടോ? പക്ഷേ ഒരെണ്ണം എന്നെ കെട്ടിക്കാൻ പറ്റത്തില്ല. ഇനി 2 എണ്ണം എങ്ങനെ കെട്ടിക്കാനാ? അങ്ങനെ നമ്മൾ മീനൊക്കെ കഴുകി നാളെ പൊതി കെട്ടാനാണെങ്കിൽ 2-3 കഷ്ണം വെച്ചിട്ട് ബാക്കി തലയൊക്കെ കൂടിയിട്ട് കറി വെച്ചു. പിന്നെ നമ്മൾ പത്തനാപുരത്ത് പോയായിരുന്നു. പത്തനാപുരത്ത് പോയിട്ട് പിന്നെ അവിടെ കുറച്ച് മത്തി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് മത്തിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് മീനുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാവുമല്ലോ എന്ന് വെച്ച് മത്തി മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഒരു തുണിക്കടയിൽ കയറി പിള്ളേർക്ക് കുറച്ച് തുണികളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പത്തനാപുരത്ത് പോയാൽ ഒരു ഷാർജയെങ്കിലും കുടിക്കാതെ തിരിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ഒരു ഷാർജയൊക്കെ കുടിച്ച്, ഞാൻ ഷാർജ കുടിച്ച്, ഹസ്ബൻഡ് ലൈം ജ്യൂസ് കുടിച്ച്. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചിട്ടൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന്. പിന്നെ നമ്മൾ വൈകിട്ടത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, തിരക്കായിരുന്നു. വന്ന് സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നതിൻ്റെ. ഇത് നമ്മൾ പോകുന്ന ദിവസം പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്, വെളുപ്പിനത്തെ വീഡിയോ ആണിത്. സാധനങ്ങളൊക്കെ പറക്കി വെക്കുമായിരുന്നു. സമയം 3 മണിയായി. നമ്മൾ രാവിലെ 3 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം 3 മണിയായി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നു. നമ്മൾ ഇഡ്ഡലി ആക്കിയിട്ടുണ്ട്. ഇഡ്ഡലി ചോറും കെട്ടി ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെയിലോളം കൂടെ ഉച്ചക്കലത്തേക്ക് ചോറും 2 പൊതി പിന്നെ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഇന്നലെ നമ്മൾ വണ്ടിക്കകത്ത് പറക്കി വെച്ചായിരുന്നു. കുറച്ച് ഇഡ്ഡലി ചോറും ഒക്കെ അങ്കിത്തൊക്കെ കുടിക്കുന്ന. ഇനി പിള്ളേരുടെ സ്കൂൾ ബാഗ് മാത്രമേ ഉള്ളൂ എടുത്ത് വെക്കാൻ.
പിന്നെ പാപ്പ കഴിക്കാനുള്ള ബാഗ്. 3 മണിയായി, 4 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങണം. അതുകൊണ്ട് ഇപ്പം സമയം 4 മണി കഴിഞ്ഞ്. ഇച്ചിരി ഫാസ്റ്റാണേ. 4 മണി എല്ലാം ഒതുക്കി. അപ്പം നമ്മളിപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. ഇപ്പം സമയം 4 മണിയായി, 4:10 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രാവശ്യം കാറിന് തന്നെ തിരിച്ചു പോകുന്നത്. ട്രെയിനിൽ ടിക്കറ്റ് എടുത്തായിരുന്നു, പക്ഷേ കൺഫേം ആയില്ല. അതുകൊണ്ട് പിന്നെ കാറിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ്. ഇനി പോകുന്ന വഴിയൊക്കെ കാണാം. അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇത് പുതിയ ചെരുപ്പ, ക്രോക്സ്. ഐ ലവ് യു. അങ്ങനെ നമ്മൾ 1 മാസത്തെ ലീവും കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയത് പത്തനാപുരം വഴിയാണ് രാവിലെ പോകുന്നത്. 4:15 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഇപ്പം വെളുപ്പിനെ ആയതുകൊണ്ട് വഴിയിൽ വണ്ടിയൊന്നും അധികം ഇല്ല, തിരക്കൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മാഹിയിലോട്ടാണ് മാപ്പ് ഇട്ടേക്കുന്നത്. ഇപ്പം 7 മണിക്ക് 8 മണിക്കൂർ കാണിക്കുന്നത്. 358 കിലോമീറ്റർ. ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോഴത്തേക്ക് എത്തും. ഇപ്പം നമ്മൾ പന്തളം ആകാറായി അല്ലയോ? അടൂര്, പത്തനാപുരം, അടൂര്, പന്തളം. NSS കോളേജ് കഴിഞ്ഞോ പന്തളം? നമ്മള് പന്തളം എത്തി. അങ്ങോട്ട് വേണ്ട, കൂടെ എടുക്കാമല്ലോ. ഇത്ര ഇഷ്ടം കിട്ടത്തില്ല. അവിടെയായിരുന്നു പന്തളം കോളേജ്. ഇങ്ങോട്ട് പോയോ? പന്തളം കോളേജ്, NSS കോളേജ് പന്തളം. അത് ഗേൾസ് ഹൈസ്കൂളായിരുന്നു. അയ്യപ്പൻ്റെ തിരുവാഭരണമൊക്കെ വെക്കുന്ന അമ്പലം പന്തളം കൊട്ടാര ഇവിടല്ലേ? എനിക്ക് കഴിഞ്ഞോ? രാത്രി ആയതുകൊണ്ടൊന്നും കാണുന്നുമില്ല. ഉണ്ട് ഇവിടെ പന്തളം കൊട്ടാര. ഇതുവഴി അങ്ങോട്ടാണ് പോകേണ്ടത്. അയ്യപ്പൻ്റെ ശബരിമല ഇടത്താവളമാണ്. പിന്നെ അയ്യപ്പൻ്റെ തിരുവാഭരണമൊക്കെ വെക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് തൊഴാൻ പറ്റും തിരുവാഭരണം. തിരുവല്ലയായി ബിലീവേഴ്സ് ഹോസ്പിറ്റലാണ് അന്നേരം വിളിച്ചു വരുന്നത്. തിരുമൂലപുരം. നല്ല മഴക്കോളുണ്ട്. മഴ പെയ്യാൻ, തകർത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇത് റെസ്റ്റോറൻ്റ് ആണോ? ദി എഡ്ജ്. നല്ല കോളുണ്ട്. 5:45 നല്ല മഴ പെയ്യും.
Paderpalli railway station right. Kalyan Silks. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജില്ലയിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല സീനറി ആയിരുന്നു. മറ്റേ ഇത് വയലും തെങ്ങും മറ്റേ സൂര്യൻ ഉദിച്ച് വെയിൽ വരുന്നതിൻ്റെയും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ട് കയറിയപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. മറ്റേ വണ്ടികളുടെ ട്രാഫിക്കിൻ്റെ തിരക്കിൽ നിന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ലൊരു രസമുണ്ടായിരുന്നു. ഒരു ഗ്രാമ ഭംഗി നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റി. അതുവഴി പോയപ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലം കാണും. പാലം ഇങ്ങനെ പൊക്കത്തിൽ വെച്ചേക്കുന്നത് കാരണം അതിനടിയിൽ കൂടെ ബോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോട്ട് ചെട്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നത്. ഞാനിങ്ങനെ ഇത് കണ്ടിട്ടില്ല, ബോട്ട് ചെട്ടികളൊന്നും അധികം കണ്ടിട്ടില്ലായിരുന്നു. അപ്പം കുറച്ച് ദൂരം കഴിയുമ്പോഴും ഓരോ പാലം കാണും. അവിടെ എന്താണ് ഓരോ ബോട്ട് ചെട്ടികളും കാണും. പിന്നെ ഇങ്ങനത്തെ വയലും തെങ്ങും അങ്ങനത്തെ സ്ഥലങ്ങളുമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ സീനറിയൊക്കെ രാവിലെ ഇങ്ങനെ കണ്ടുപോകാൻ നേരം വെളുത്ത് വരുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയും ഉണ്ടായിരുന്നു ആസ്വദിക്കാൻ. അപ്പോൾ തെങ്ങുകളും ഒരു നമ്മൾ പടങ്ങളൊക്കെ വരയ്ക്കുന്ന പോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസമായിരുന്നു രാവിലത്തെ ആ കാഴ്ച കാണാൻ. നമ്മൾ റോഡിലെ തിരക്കിൽ നിന്ന് അങ്ങോട്ട് ബൈപ്പാസ് കയറിയപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത് നമ്മുടെ വീട്ടിൽ വന്ന രേവതിയുടെയൊക്കെ സ്ഥലം ഇവിടെ അടുത്തായിരുന്നു. നമ്മൾ അവരെ വിളിച്ച് മാപ്പൊക്കെ ഇട്ട് നോക്കിയപ്പോഴോ നമ്മൾ അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ പോകാമായിരുന്നു. താമസിച്ചപ്പോഴത്തേക്ക് നമ്മൾ അവരുടെ വീട് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട് കഴിഞ്ഞ് പോയായിരുന്നു. അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോരുന്നു. പിന്നെ പോരുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രം കണ്ടായിരുന്നു. പടിഞ്ഞാറേ നട നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെയാണ് കയറിയത്. പടിഞ്ഞാറേ നടയിൽ കൂടെ അമ്പലത്തിൻ്റെ വ്യൂ ആണിത്. വടക്കേ നട.
അപ്പോൾ ഞങ്ങളിപ്പോൾ വൈക്കം അമ്പലത്തിൻ്റെ അടുത്താണ്, മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത്. ഹസ്ബൻഡാണ് അമ്പലത്തിൽ കയറിയിട്ട് വന്ന് നമുക്ക് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്ന്. നമ്മൾ അമ്പലത്തിൽ കയറിയില്ല. അങ്കിത്തും അബി പുറയിലിരിപ്പുണ്ട്. അബി ഉറങ്ങുക. ഇനി ഫ്രണ്ടിൽ കൂടെ പോവോ? ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ അറിയുന്നതേ ഇത് വടക്കേന്നട. അത് നമ്മളതിന്റെ ഫ്രണ്ടിൽ പോകത്തില്ല ഇല്ലയോ? പിന്നെ വരാം. ഇത്ര നീളം വേണ്ടായിരുന്നു, കുറച്ച് മാറ്റാൻ മതിയായിരുന്നല്ലോ. 20 രൂപയ്ക്ക് വെച്ചാൽ ഇതാണ് അമ്പലത്തിന്റെ ഗേറ്റ്. ശിവനും പാർവതിയും കൂടെ നിൽക്കുന്നത്. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നത് വെച്ച് കുറച്ച് മുല്ലപ്പൂ ഫ്രണ്ടിലിരിക്കുന്ന ഗണപതിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും പിള്ളേരും അമ്പലത്തിൽ കയറാൻ പറ്റിയില്ലായിരുന്നു, നമുക്ക് പറ്റത്തില്ലായിരുന്നു അമ്പലത്തിൽ കയറാൻ. ഇവിടെ പേട്ടയുണ്ടോ? കൊച്ചി മെട്രോ. എല്ലായിടവും ഈ NH-66 പണി നടക്കുന്ന കാരണം നമ്മളെ എല്ലാ ഊടുവഴികളിലൂടെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിള് മാപ്പിട്ടേക്കുന്ന കാരണം കാണിച്ചു തരുന്ന വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാണ്ട പണി നടക്കുന്ന കാരണം നമ്മളെ കൂടുതലും ബൈ റൂട്ട് വഴിയാണ് കയറ്റി വിടുന്നത്. അതുപോലെ ഇങ്ങനെ കയറിപ്പോകും. അതൊക്കെ ഭയങ്കര തിരക്കുമായിരിക്കും. കുറേ സമയം അങ്ങനെ കൊച്ചിയിൽ കിടന്ന് കറങ്ങി നമ്മൾ വിശന്നൊരു പരുവമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ. കാരണം നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയതായതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ വിശക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 8 മണി 8:30 ആയതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് നല്ല വിശപ്പായി.
ഉണ്ടായോ? 8:30 ഇങ്ങോട്ടങ്ങൾ നിർത്തി കഴിച്ചിട്ട് കയറിയാലോ? തൃശ്ശൂർ, അങ്കമാലി, ആലുവ. പാലക്കാട് തൃശ്ശൂരപ്പള്ളി. അങ്ങനെ നമ്മൾ കൊച്ചി മെട്രോയോ ഒക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോയ വഴിക്ക് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തുള്ളതിനെക്കാട്ടി ചെറുതല്ലേ. ഞാൻ ഇപ്പോഴേ ഇത് ഇവിടുത്തത് കണ്ടിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അങ്ങോട്ട് നമ്മൾ വരുന്നില്ലല്ലോ. അങ്ങനെ അതും കണ്ട് പിന്നെ മുന്നോട്ട് പോയപ്പോൾ വേറൊരു പരിചയമുള്ള വാക്കാണല്ലോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ഫ്ലാറ്റ് കണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇതൊക്കെ ആയിരിക്കുമല്ലേ ഇവിടുത്തെ ഒരു ഫ്ലാറ്റൊക്കെ ആയിരിക്കും ബിഗ് ബോസിനും ഇതിനൊക്കെ സമ്മാനമുള്ളവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മളവിടെ ഒരു അടുത്തൊരു പമ്പിൽ കയറി നമ്മൾ കൊണ്ടുപോയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡലി ചമ്മന്തി. പമ്പിൻ്റെ സൈഡിൽ ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇഡലിയും ചമ്മന്തി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരുടെ കഴിക്കേ. ഫൈനലി നടക്കിയത് 1 2 3 4 5 6. അപ്പോൾ നീ ഇതിനൊന്ന് 3. അപ്പോൾ ഇത് 3. ഇതിപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 66 കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എറണാകുളം, ആലുവ എല്ലായിടവും പണിയാണ്. റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര പാടാണ് ഇതുവഴിയൊക്കെ പോകാൻ. ഇവിടെ സമയം ഇപ്പം 2:30 കഴിഞ്ഞ് മാഹിയിലെത്തുന്ന സമയം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടരുകയാണ് മാഹിയിലോട്ട്. ഇനി ഇപ്പം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ വീഡിയോ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇങ്ങോട്ട് ജോധ്പൂരിലുള്ള യാത്രയുടെ ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലൊരു ഹൈപ്പും തരിക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.